നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തിൽ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണെന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത്രത്തോളം വരുന്ന 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നമ്മൾ തണ്ണിമത്തൻ കൃഷി ചെയ്തതിൽ ഡ്രിപ്പ് വഴിയാണ് വെള്ളം പാസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രിപ്പിൽ ചെറിയ ഹോളുകളായിരിക്കുമല്ലോ സിപ്പ പൈപ്പിൽ. അപ്പോൾ അതിനകത്തേക്ക് കച്ചറ വരാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റർ സെറ്റ് ചെയ്തിരുന്നത് ഈ ഭാഗത്തായിട്ട്. പക്ഷെ നമ്മൾ ഫിൽറ്റർ സെറ്റ് ചെയ്തപ്പോൾ ഫിൽറ്റർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഫിൽറ്റർ ഇങ്ങനെയല്ല സെറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മളൊരു ആ സമയത്ത് എളുപ്പത്തിന് വേണ്ടി ചെയ്തതാട്ടോ തുടക്കത്തിൽ. ആക്ച്വലി ഇവിടുന്ന് ടീ ഇട്ടിട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വരണം. എന്നിട്ട് ഫിൽറ്റർ എന്ത് ചെയ്യണം, ഇത് ഇരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് തിരിച്ചിരിക്കണം. തിരിഞ്ഞിട്ട് ഇങ്ങനെ താഴേക്ക് അടിയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് കൊണ്ട് ഊരി കഴിഞ്ഞാൽ ഇതിൻ്റെ കച്ചറൊക്കെ കൂടി വേസ്റ്റ് പുറത്ത് വരും. ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ മോട്ടർ ഇട്ടിട്ട് പല സ്ഥലത്തും പോയി നോക്കിയപ്പോൾ ഇപ്പോൾ ഹാർവസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം നിറഞ്ഞ സമയം തന്നെയാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. പക്ഷെ പല സ്ഥലത്തും ഡ്രിപ്പിൽ കറക്റ്റ് പല ചെടികൾക്കും ഇപ്പോൾ വെള്ളം കിട്ടുന്നില്ല, ഡ്രിപ്പ് അടഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ കിണർ വൃത്തിയാക്കുന്ന സാഹചര്യം ഉണ്ടായി, കിണറിൽ വെള്ളം കുറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അടിയിൽ നിന്ന് ചേറടക്കം ഇതിൽ കൂടി പാസ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിനകത്ത് കണ്ടില്ലേ കച്ചറ എടുക്കുന്നത്. ഈ ക്യാപ്പിൻ്റെ അകത്ത് കണ്ടില്ലേ ഈ കുഴി, ഇത് താഴെ ക്യാപ്പ് ഇങ്ങനെ ഇരിക്കണം, മറ്റേ മുകളിലേക്ക് ഇരിക്കണം. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് എടുത്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട കച്ചറൊക്കെ അതിൻ്റെ താഴേക്ക് ഇങ്ങോട്ട് പോരും. ഇപ്പോൾ ഇത് നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ എടുക്കുമ്പോൾ ഇതിൻ്റെ കച്ചറ നേരെ വീണിട്ട് അകത്തേക്ക് പോവുകയാണ്. മോട്ടർ ഓണാക്കിയ സമയത്ത് വെള്ളത്തിലേക്ക് കൂടി പാസ് ചെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഇങ്ങനെ ടീ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ഫിൽറ്റർ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ആ ടീ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇറക്കട്ടോ. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് പറ്റിയിട്ടുള്ള ശരിക്കും ഒരു അബദ്ധം തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ പെട്ടെന്ന് നമ്മളെ പണികൾ ഫാസ്റ്റ് ആക്കണം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണത്. അപ്പോൾ ഈ ഒരു അബദ്ധം വേറെ ആരും ഇനി കാണിക്കരുത്. ഡ്രിപ്പ് വരുന്ന ഏരിയ കേട്ടോ, ചെടിയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ കൂടിയാണ് ഡ്രിപ്പ് വെള്ളം ഉറ്റി വരേണ്ടത്. പക്ഷേ ഇതിലൊന്നും കണ്ടില്ലേ, ഇവിടെ ഒന്നും ഉറ്റണത് കാണുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരേ ഒരു വഴിയുള്ളൂ, ഇതിൻ്റെ എൻഡിൽ പോയിട്ട് നമ്മൾ പൈപ്പ് ഒന്ന് തുറന്നു കൊടുക്കുക. സെൻറ്ററിൽ കൂടി PVC പൈപ്പ് ഇട്ടിട്ട് അവിടുന്ന് സിപ്പ് പൈപ്പ് നേരെ ഇങ്ങനെയാണ് വലിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇതിന് സ്റ്റോപ്പർ കൊടുത്തിട്ടില്ല, പകരം അല്ല ഇതിങ്ങനെ കെട്ടി വെക്കുക ചെയ്തിട്ടുള്ളത്. ഇത് കെട്ടി വെച്ചത് ഇനി നമുക്കൊന്ന് ലൂസാക്കി കൊടുത്താൽ ചിലപ്പോൾ അതിനുള്ള കച്ചറ ഇറങ്ങിയൊക്കെ ഇതിൽ കൂടി പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള പരിപാടിയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ബ്ലോക്കായ സമയത്ത് വെള്ളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡ്രിപ്പിൻ്റെ പോയിൻ്റ് ഉണ്ട്. ഇത് നമ്മളൊന്ന് എടുത്തിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് ഇതാക്കി. അപ്പോൾ ഇവിടെ ചില ഭാഗത്ത് വെള്ളം പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, മോട്ടർ ഇട്ട പോത്തിന് വെള്ളം നിൽക്കണ് നല്ല ചെളിയായിട്ട് നല്ലതുണ്ട്. പക്ഷേ ചിലതിലൊക്കെ ബ്ലോക്ക് ആവും ചെയ്തിട്ടുണ്ട്. ഇതിൽ സിപ്പ് പൈപ്പ് കൂടെ ഇതിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സിപ്പ് പൈപ്പ് ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഒന്നും ഇന്നലെ വെള്ളം വന്നിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ വെള്ളം വരുന്നുണ്ട്. ഇതിൽ ഓരോ ചെടി നമ്മൾ നോക്കണം വെള്ളം വരുന്നുണ്ടോ ഇല്ലെന്ന്. ഇതട്ടാ, ഇതിൽ വെള്ളം നനഞ്ഞിട്ടുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഇവിടെയൊക്കെ പ്രോപ്പറായിട്ട് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡ് നമ്മൾ തുറന്നു കൊടുക്കുക. ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്ന സിപ്പ് പൈപ്പ് ഇതാ നമ്മളിവിടെ നല്ല രീതിയിൽ നിവർത്തി ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന കച്ചറ കണ്ടില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് കച്ചറ വെള്ളം, അത്രയും കച്ചറ. ചെറിയ ഡ്രിപ്പായിരിക്കും. ഈ ഡ്രിപ്പിൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. കാണിച്ചിരുതാ, ചെറിയ ഡ്രിപ്പായിരിക്കും. ഇപ്പോൾ വെള്ളമായിട്ടുണ്ടില്ലേ, അത്രയും ചെറിയ ഹോളായിരിക്കും. ഇതിൻ്റെ അപ്പുറത്ത് ഉള്ളിലൊരു ഫിൽറ്റർ പോലെ സംഭവം. അപ്പോൾ അവിടെ ബ്ലോക്ക് ആവണ കാരണമാണ് ഈ ഡ്രിപ്പ് കൂടി വെള്ളം വരാതിരിക്കും. ചെറിയ പൊടി പോലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലോക്കായി നിൽക്കും. അപ്പോൾ ഇതിൻ്റെ എൻഡ് ക്യാപ്പ് നമ്മൾ തുറന്നു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം സ്മൂത്തായിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും കെട്ടിക്കൊടുത്താൽ മതി. ഇപ്പോൾ കച്ചറൊക്കെ പോയില്ലേ. സിപ്പ പൈപ്പിൻ്റെ എൻഡ് നമ്മൾ തുറന്നു കൊടുത്തത് അവിടെയാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ ഹോളിൽ വെള്ളം ഇട്ടുണ്ടാവും നോക്കിയത് ഈ ഭാഗത്തായിരുന്നു. ഇവിടെ ഇപ്പോൾ താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഉണ്ടല്ലേ, ചെറിയ രീതിയിലൊക്കെ നനവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണില്ല. എന്തോ സംതിങ് വലിയ പ്രശ്നമുണ്ട്. അതാ വെള്ളം പറ്റുന്നുണ്ടാ, അൽഹംദുലില്ലാ വെള്ളം ഇതാ, വെള്ളം ചെറിയ രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫിൽറ്റർ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ തുടക്കത്തിൽ നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നെക്സ്റ്റ് ടൈമിൽ ഇതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് ഫിൽറ്റർ സെറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അടുത്ത തവണ സിപ്പ് പൈപ്പ് ധൈര്യമായിട്ട് യൂസ് ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ വള്ളി വലിക്കുന്ന സമയത്ത്
മൊത്തം സിപ്പർ പൈപ്പും ഇതേപോലെ പല സ്ഥലത്തും ബ്ലോക്ക് ആയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിപ്പർ പൈപ്പ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത്തരത്തിൽ സിപ്പർ പൈപ്പ് ബ്ലോക്ക് ആയത് തുറക്കാൻ വേറെ എന്തെങ്കിലും ഐഡിയ ആരെ കയ്യിലെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഷെയർ ചെയ്യാൻ ശ്രമിക്കട്ടെ.